ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ 2 കണ്ടെയ്നറുകളുടെ ഫ്ലാഗ് ഓഫ് നടത്താൻ പോവുകയാണ്. അഥവാ എക്സിറ്റ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുമായ വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് സീപോർട്ട് തിരുവനന്തപുരമാണ്. നമുക്കിപ്പോൾ നമ്മുടെ യാർഡ് പോർഷൻ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതായത് പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിന്റെ ഏറ്റവും ഓപ്പോസിറ്റ്, അതായത് നമ്മുടെ ഈ ട്രെയിനുകളെല്ലാം കൺട്രോൾ ചെയ്യുന്ന പോർട്ട് ഓഫീസ് ബിൽഡിംഗ് ആണ്. ആ ഭാഗത്തു നിന്നാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന പോർഷനാണ് ഈ യാർഡ് പോർഷൻ എന്ന് പറയുന്നത്. യാർഡ് പോർഷന്റെ സൈഡിലൂടെ ഇങ്ങനെയാണ് കണ്ടെയ്നർ മൂവ്മെന്റ് ചെയ്ത് നമ്മുടെ ബെർത്ത് പോർഷനിലേക്ക് പോകുന്നത്. ബെർത്തിലാണ് നമ്മുടെ കപ്പലുകളുള്ളത്. കപ്പലിലേക്ക് ബെർത്ത് ലോഡ് ചെയ്യുന്നു, അൺലോഡ് ചെയ്യുന്നു. ആ പോർഷൻ റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ ബെർത്തിന്റെ പോർഷനിലേക്കാണ് പോകുന്നത്. ബെർത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഉടൻ തന്നെ. അതുമാത്രമല്ല, നമ്മുടെ ബെർത്തിന്റെ നീളം എന്ന് പറയുന്നത് 800 മീറ്ററാണ്. ഞാൻ പലപ്പോഴായിട്ട് പോയതാണ്, പലപ്പോഴായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ബെർത്തിന്റെ വർക്കുകൾ നടക്കുന്ന സമയത്തും യാർഡ് എക്സ്റ്റൻഷന്റെ വർക്കുകൾ നടക്കുന്ന സമയത്തും പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. അതുമാത്രമല്ല, നമ്മളെ പോർട്ടിന്റെ 2ാം ഘട്ട വർക്കിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മളീ കാണുന്ന യാർഡ്, ബെർത്ത്, ബ്രേക്ക് വാട്ടർ, നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കുകളാണ് ഈ 3 വർക്കുകൾ. ഈ 3 വർക്കിന്റെയും ഡീറ്റെയിൽ അപ്ഡേഷൻ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. ഇതാണ് നമ്മുടെ ബെർത്ത്. 8 STS ക്രെയിനുകൾ തലയുയർത്തി നിൽക്കുന്നു എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന നമ്മുടെ പോർട്ട്. കാരണം കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് പൂർത്തിയാക്കിയ നമ്മുടെ പോർട്ടിന്റെ ബെർത്തിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് യാർഡ് പോർഷൻ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കണ്ടെയ്നർ MSCയുടെ കണ്ടെയ്നറാണ് ധാരാളമായി ഉള്ളത്. കാരണം MSCയുടെ കപ്പലുകളാണ് നമ്മുടെ പോർട്ടിൽ വന്നു പോകുന്നത്. അതും ചെറിയൊരു കപ്പലുകളല്ല. ലോകത്തിന്റെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറണ വന്ന് ബെർത്ത് ചെയ്ത പോർട്ടാണ് നമ്മുടെ പോർട്ട് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. MSCയുടെ ജെയ്ഡ് സർവീസ് ഉൾപ്പെടെ, MSCയുടെ ആഫ്രിക്കൻ എക്സ്പ്രസ് സർവീസ് ഉൾപ്പെടെ, MSCയുടെ ഫീഡർ വെസലും ലാർജ് വെസലും അൾട്രാ ലാർജ് വെസലുകളും ദിനം പ്രതി ബെർത്ത് ചെയ്യുന്ന അപൂർവങ്ങളിൽ അപൂർവമായ പോർട്ട് തന്നെയാണ് നമ്മുടെ പോർട്ട് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. ആ പോർട്ടിൻ്റെ ഉള്ളിലാണുള്ളത്. കാരണം ഇപ്പോൾ തന്നെ ഇവിടെ ഇനാഗുറേഷൻ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ നമ്മുടെ വി ഡി സതീശൻ സാർ ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ബെർത്തിൻ്റെ പോർഷനിൽ തന്നെ നമ്മളുള്ളത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് യാർഡ് പോർഷൻ ഉൾപ്പെടെ എല്ലാ പോർഷനും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതാ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ സ്റ്റേറ്റിലെ ചീഫ് നമ്മുടെ വി ഡി സതീശൻ സാർ എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാ നമുക്ക് വന്നിരിക്കുന്നു. നമ്മുടെ ഈ പറയുന്ന നമ്മുടെ എക്സിറ്റ് കാർഗോ അല്ലെങ്കിൽ നമ്മുടെ ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ചെയ്യുന്നതിനാണ് അദ്ദേഹം പോർട്ട് പൂർണ്ണമായിട്ടും വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആദ്യമായി എനിക്ക് തോന്നുന്നു ബെർത്തിൻ്റെ പോർഷനിലേക്കാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ചെക്ക് പോർട്ടിലേക്ക് കാണാൻ സാധിക്കും. മനോഹരമായി അലങ്കരിച്ച ചെക്ക് പോർട്ടിനെ കാണാൻ സാധിക്കും. അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി. എനിക്ക് തോന്നുന്നു ബെർത്തിൻ്റെ പോർട്ടിലേക്ക് പോകും. പോർട്ടിൻ്റെ ഒഫീഷ്യൽസ് ഉണ്ട്, സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്, എല്ലാവരുമുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന നമ്മുടെ 800 മീറ്റർ നീളമുള്ള ബെർത്തിൻ്റെ പോർഷൻസിലാണ് അദ്ദേഹമുള്ളത്. ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ പോർട്ടിൻ്റെ ഒഫീഷ്യൽസ് ഉണ്ട്. പ്രദീപ് ജയരാം സാറുണ്ട്, CEO ഉണ്ട് പോർട്ടിലെ. അദ്ദേഹമായിരിക്കും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക പോർട്ടിൻ്റെ നിലവിലെ ഡെവലപ്മെൻറ്റ്, എങ്ങനെയാണ് പോർട്ട് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ട്രാൻസ്ഷിപ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത്, ഇതെല്ലാം വർക്ക് ചെയ്ത്. കാരണം നമ്മൾ ട്രാൻസ്ഷിപ്മെൻറ്റ് ഇപ്പം എനിക്ക് തോന്നുന്നു മില്യൺസ് ഓഫ് ട്രാൻസ്ഷിപ്മെൻറ്റ് ഇപ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഗേറ്റ് വേ ഓപ്പൺ ആയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കണ്ടെയ്നർ മൂവ്മെൻറ്റ് നമുക്ക് ചെയ്യാനായി സാധിക്കും. നമ്മുടെ രാജ്യത്ത് നിന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്ഷിപ്മെൻറ്റ് നിലവിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഗേറ്റ് വേ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഗേറ്റ് വേ, അതായത് നമ്മുടെ ഇപ്പോൾ തുറക്കുന്നത് വിഴിഞ്ഞത്തിൻ്റെ ഗേറ്റ് വേ എന്നല്ല നമ്മൾ പറയേണ്ടത്, കേരളത്തിൻ്റെ ഫിനാൻഷ്യൽ ഗേറ്റ് വേ എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. കേരളത്തിന് അതുകൊണ്ട് നേട്ടമുണ്ടാവും. കാരണം നമ്മുടെ ട്രാൻസ്ഷിപ്മെൻറ്റ് നമ്മൾ ആരംഭിച്ച് വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട് 100% വിജയമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ഓപ്പൺ ആക്കിയാൽ അത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അതിന് കുറച്ച് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ കണക്ടിവിറ്റി കൂടി ഡെവലപ്പ് ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ അത് ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ചീഫ്
അദ്ദേഹം ഇപ്പോൾ ബെർത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. നിലവിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം നമ്മുടെ ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാറും നിലവിലുണ്ട്. നമുക്കത് കാണാൻ സാധിക്കും. ബെർത്തിൻ്റെ പോർഷനിലേക്കാണ് പോകുന്നത്. ബെർത്തിൽ ഇപ്പോൾ നിലവിൽ കപ്പലുണ്ട്, 2 കപ്പലുകളുണ്ട്. ഒരു ഫീഡർ വെസലും ഒരു ലാർജ് വെസലും നിലവിലുണ്ട്. അദ്ദേഹം പോർട്ടിൻ്റെ മീൻസ് വർക്കിംഗ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മുടെ പോർട്ടിൽ ജിയോയും കാണാനും സാധിക്കും. ധാരാളം പോർട്ടിലെ ആൾക്കാരുണ്ട്, പോർട്ടിലെ MD ഉണ്ട്. ഇപ്പോൾ എക്സ്പ്ലനേഷനൊക്കെ നടക്കുന്നുണ്ട്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ക്രെയിനിൻ്റെ കപ്പാസിറ്റി എങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ക്രെയിനിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് തന്നെ കുറച്ച് മഴയും ഇതുണ്ടായിരുന്ന ക്ലൈമറ്റ് ചേഞ്ച് വന്ന സമയത്ത് തന്നെ പെർ അവറിൽ 30 കണ്ടെയ്നർ മൂവ്മെൻറ്റ് 30 എബോവ് കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടത്തിയ STS ക്രെയിനുകളാണ് നിലവിൽ നമ്മുടെ അടുത്തുള്ളത്. കാരണം ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ പല പോർട്ടിലും ഈ STS ക്രെയിനിൻ്റെ എഫിഷ്യൻസി കുറയുന്നതാണ്. പക്ഷേ നമ്മുടെ പോർട്ടിൽ അതല്ല സംഭവിച്ചിട്ടുള്ളത്. 30 എബോവ് കണ്ടെയ്നർ ട്രാൻസ്പോർട്ട്മെൻറ്റ് മീൻസ് പെർ അവറിൽ 30 എബോവ് കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടത്തിയത് കൊണ്ടാണ് തന്നെയാണ് നമുക്ക് ചില മാസങ്ങളിൽ 1,00,000 TUVക്ക് മുകളിൽ ട്രാൻസ്ഷിപ്മെൻറ്റ്, ചില മാസങ്ങൾ 1,00,000 കണ്ടെയ്നർ മൂവ്മെൻറ്റ് 1,00,000 TUVക്ക് മുകളിൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് നമുക്ക് നടന്നിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു മൂവ്മെൻ്റാണ് നമ്മുടെ പോർട്ട് കൊണ്ട് നിലവിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമ്മുടെ പോർട്ട് തുടങ്ങി പലരും ചോദിക്കുന്നുണ്ട്, പോർട്ട് കൊണ്ട് എന്താണ് ഗുണം നമുക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് പലരും ചോദിക്കുന്നു. ട്രാൻസ്ഷിപ്മെൻറ്റിലൂടെ കുറച്ച് ക്യാഷ് മാത്രമല്ല, അല്ലെങ്കിൽ സ്റ്റേറ്റിന് വളരെ കുറച്ച് ലാഭം മാത്രമാണ് ലഭിക്കുന്നത് എന്നൊക്കെ പലരും ചോദിച്ച് ഞാൻ പല വീഡിയോയിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ട്രാൻസ്ഷിപ്മെൻറ്റിലൂടെ രാജ്യത്തിന് ലഭിച്ചത് ചെറിയൊരു നേട്ടം അല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് എടുത്തു പറയാൻ സാധിക്കും. കാരണം അങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നത്, നേരത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത് സിംഗപ്പൂർ പോർട്ടും ജവലലി പോർട്ടും കൊളംബോ പോർട്ടുമാണ്. 50% മുകളിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന കൊളംബോ പോർട്ട് വഴിയാണ്. കാരണം ഈ പറയുന്ന ശ്രീലങ്ക അടുത്തുള്ള രാജ്യമാണ്, ശ്രീലങ്കയിലാണ് കൊളംബോ പോർട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പോർട്ട് വന്നതിന് ശേഷം ആ ട്രാൻസ്ഷിപ്മെൻറ്റ് പൂർണ്ണമായിട്ടും ഇന്ത്യയിലോട്ട് മാറി. അതായത് നമ്മുടെ പോർട്ടിൽ ലാർജ് വെസലും അൾട്രാ ലാർജ് വെസലുകളും ദിനം പ്രതി വരുന്നതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമർ കൺട്രിയായ ഇന്ത്യയിലേക്ക് പൂർണ്ണമായിട്ടും ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെൻറ്റ് മാറി എന്നുള്ള കാര്യത്തിൽ വളരെയധികം സന്തോഷിക്കും. അതിലൂടെ മില്യൺസ് അല്ല ബില്യൺസ് ഓഫ് ഡോളറാണ്, അല്ലെങ്കിൽ യൂറോയാണ്, അല്ലെങ്കിൽ ഡോളറാണ് നമുക്ക് ലാഭിക്കാനായി സാധിച്ചത്. അത് ഒരു ഹൈഡായിട്ട് നിൽക്കുകയാണ്, അത് ആരും പറയുന്നില്ല. അവർ ട്രാൻസ്ഷിപ്മെൻറ്റ് സിമ്പിളായിട്ട് പറയുന്നതോടൊപ്പം ഇത് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇതിലൂടെ നമുക്ക് കോടിക്കണക്കിന് എമൗണ്ടാണ് നമുക്ക് ലാഭിക്കാനായി സാധിച്ചത് നമ്മുടെ പോർട്ടിലൂടെ ഇതുവരെയായിട്ട്. കാരണം ഇപ്പോൾ നമ്മുടെ എക്സിറ്റ് കാർഗോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഗേറ്റ് വേ കാർഗോ തുറന്നിട്ടേ ഉള്ളൂ. തുറക്കുന്നതിന് മുന്നേ തന്നെ ബില്യൺസ് ഓഫ് ഡോളർ നമുക്ക് ലാഭിക്കാനായി സാധിച്ചു. അതുമാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ കൊളംബോ പോർട്ടിലേക്കും ജബലലി പോർട്ടിലേക്കും നമ്മുടെ പോർട്ടിലൂടെയാണ് ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പൂർണ്ണമായിട്ടും ഇന്ത്യയിലേക്ക് വരുന്ന ട്രാൻസ്ഷിപ്മെൻറ്റ് ഇന്ത്യയിലോട്ട് മാറുകയും ചെയ്തു. ഇപ്പോൾ ആ വരുന്ന അവരുടെ രാജ്യത്തിലേക്ക് ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തുന്നതും നമ്മുടെ പോർട്ടിലൂടെയാണ്. അതിലൂടെ നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ഒരു മെത്തേഡാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ചെയ്യുന്നത്. ഇത് കൂടുതലൊന്നും ആരും ഹൈലൈറ്റ് ചെയ്യുന്നില്ല. ഞാൻ പലപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ചീഫ് മിസ്റ്റർ VD സതീശൻ സാറ് നമ്മുടെ പോർട്ട് വിസിറ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മുടെ ഒഫീഷ്യൽ പ്രോഗ്രാമിന് വേണ്ടി പോവുകയാണ്. ഇതാ നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടു, അദ്ദേഹം പോവുകയാണ്. നല്ല വെയിലും ചൂടുമുണ്ട്. പോർട്ട് വന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം നേരെ പോവുകയാണ്. നമുക്കിനി ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി പോകണം. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ പോർട്ടിൽ ആദ്യമായിരിക്കില്ല, മുന്നേയും പല പ്രോഗ്രാമിനും നമ്മുടെ ഈ പറയുന്ന സാർ വന്നിട്ടുണ്ട്, VD സതീശൻ സാർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാലും മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ പോർട്ട് വിസിറ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ പോർട്ടിൻ്റെ ഒഫീഷ്യലിൽ നിന്ന് പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. നമുക്കിനി നേരെ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്കാണ് പോകേണ്ടത്. ഇതാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന തൊട്ടടുത്ത്. അതായത് നമ്മുടെ അവിടെ നിന്നും പോർട്ടിൽ നേരെ വന്നു നമ്മുടെ ക്രെയിനുകളും ഈ പറയുന്ന യാർഡ് പോർഷനും കാണാൻ സാധിക്കും. അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഹാള്. അപ്പോൾ നേരത്തെ നമ്മുടെ പോർട്ടിലെ ചീഫ് നേരത്തെ പറഞ്ഞ PO ബിൽഡിങ്ങിലേക്ക് പോയി അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് കണ്ടക്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഉള്ളത്, അതായത് നിലവിൽ ഇവിടെ പ്രോഗ്രാം നടക്കുന്നിടത്ത് എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ കയറിയാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഇവിടെ നമുക്ക് എക്സിംഗ് കാർഗോ ലോഞ്ച് ഓപ്പറേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാനായി സാധിക്കും ഇവിടെ എന്തൊക്കെ ഒരുക്കങ്ങളാണുള്ളത്, ധാരാളം ആൾക്കാരുണ്ടോ എന്നൊക്കെ അറിയാനായി സാധിക്കും. തീർച്ചയായിട്ടും ഇതാ നമുക്ക് വരുമ്പോൾ തന്നെ ആ ഒരു പ്രോഗ്രാമിൻ്റെ ലോഞ്ച്, അതായത് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയാണ്. ഫുള്ള് AC ആണ്, എയർ കണ്ടീഷനാണ്. കാരണം നിലവിൽ നല്ല ചൂടാണ് പുറത്ത്.
അപ്പോൾ ഇങ്ങനെ ഒരു മീൻസ് ഷെൽട്ടർ മാത്രമേ നമുക്ക് ബിൽഡ് ചെയ്യാനായി സാധിക്കൂ. എന്നാലും വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് നമ്മുടെ പോർട്ടിലെ CEO ശ്രീകുമാർ നായർ സാറാണ്. അദ്ദേഹം ഉൾപ്പെടെ പോർട്ടിലെ എല്ലാ വിശിഷ്ടാതികളും എല്ലാവരും നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരുമുണ്ട്, പോർട്ടിൽ എല്ലാവരുമുണ്ട്, പോർട്ടിലെ MD ഉൾപ്പെടെ എല്ലാവരുമുണ്ട്. ബാക്കി സ്റ്റേജ് നമുക്കിവിടെ കാണാനായി സാധിക്കും. ഉണ്ടോ, ഇതാണ് നമ്മുടെ എക്സിറ്റ് ഗാർഗോയുടെ ഇനാഗുറേഷൻ പരിപാടിക്ക് വേണ്ടിയുള്ള സ്റ്റേജ് നമുക്കിവിടെ കാണാനായി സാധിക്കും. നിലവിലെല്ലാ മാധ്യമങ്ങളുമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്, എല്ലാവരും തന്നെ ഉണ്ട്. ഇതാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ആ ഒരു പോർഷൻ. കണ്ടോ, ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ, കാരണം ടൈം ആവുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ എത്തിയതാണ് പ്രോഗ്രാമിന്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ എല്ലാ പ്രോഗ്രാമിനും ഞാൻ നേരത്തെ എത്താറുണ്ട്. വളരെയധികം സന്തോഷം നിറഞ്ഞ നിമിഷമായതിനാൽ ആ നിമിഷത്തിൽ എനിക്കും പങ്കുചേരാൻ ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നേരത്തെ തന്നെ എത്തിയത്. ഇവിടെ ഇതാ നമുക്ക് കാണാനായി സാധിക്കും ഇത്ര പേർക്കാണ് ഇവിടെ ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി സാധിക്കുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് കണ്ടോ, കുറച്ച് പാസ് ഇതിന് എനിക്ക് തോന്നുന്നു പാസ്സൊക്കെ വേണം. പാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ കേരളത്തിലെ ചീഫ് ഉൾപ്പെടെ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. ഇപ്പോൾ പാസ്സൊക്കെ നിർബന്ധമാണ്. പാസ് എടുത്തവരായിരിക്കും ഇതിനകത്ത് മൊത്തം കയറിയിട്ടുള്ളത്. ആൾക്കാർ വരുന്നതേ ഉള്ളൂ, കാരണം പ്രോഗ്രാം ആരംഭിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മുടെ പോർട്ടിൽ ഒരാൾ വന്നതുപോലെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് സ്ഥിരമായിട്ട് പോർട്ടിൽ എല്ലാ ഡീറ്റെയിലും ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും അതെല്ലാം എൻ്റെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന വീഡിയോയിൽ എന്തായി പോകുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ഗേറ്റ്. ഞാൻ 2 ദിവസം മുന്നേ ഈ മെയിൻ ഗേറ്റിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ അപ്ഡേഷൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടക്കുന്ന പ്രധാന ഏരിയയാണ് നമ്മൾ ഈ കാണുന്ന ഈ പ്ലേസ്, മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ സദാസമയം സെക്യൂരിറ്റി ഉണ്ട്. പോർട്ടിൻ്റെ പെർമിഷൻ ഇല്ലാതെ ആർക്കും ഉള്ളിലേക്ക് കയറാനായി സാധിക്കില്ല. അതുമാത്രമല്ല വീഡിയോ ഫോട്ടോ ഒന്നും പോർട്ടിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഈ ഭാഗത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല. പോർട്ടിൻ്റെ പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. നമുക്ക് എക്സിറ്റ് ഗാർഗോ എന്ന് പറയുന്ന ഫ്ലെക്സ് ബോർഡുകൾ നമുക്ക് വളരെ ദൂരമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് മെയിൻ ഗേറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നു. 5-6 എൻട്രൻസ് ആണ് ഇതിനകത്തുള്ളത്. നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയിട്ട് നമ്മുടെ പോർട്ടിൻ്റെ വശം ഈ ഭാഗമല്ല ഞാൻ നേരത്തെ തന്നെ ഷൂട്ട് ചെയ്തതായിരുന്നു. രാവിലെ തന്നെ നല്ല വെയിലുണ്ട്, ആൾക്കാരൊക്കെ പ്രോഗ്രാമിന് വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു എക്സിറ്റ് കാർഗോ എന്ന് പറഞ്ഞാൽ ബാഡ്ജിങ് മീൻസ് ഫ്ലെക്സ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ഭാഗത്തൂടെയാണ് നമ്മുടെ മിനിസ്റ്റർ പാസ് ചെയ്ത് വരേണ്ടത്. അവിടെ സെക്യൂരിറ്റീസ് എല്ലാം അറേഞ്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. വളരെ ദൂരെയായിട്ട് നമുക്ക് STS സ്ക്രീൻ ഉൾപ്പെടെ കാണാനായി സാധിക്കും. നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെയൊക്കെ സ്കാനർ, അതായത് നമ്മുടെ ഈ പറയുന്ന മീൻസ് കണ്ടെയ്നർ സ്കാനിങ് മെഷീൻസൊക്കെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നിലവിൽ ആയി കഴിഞ്ഞു എന്ന് നമുക്കറിയാം. ഈ ഭാഗത്തെല്ലാം ഈ ഭാഗത്തുകൂടിയാണ് നമ്മുടെ മിനിസ്റ്റർ വരെ. നമുക്ക് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് നമ്മുടെ ഈ പറയുന്ന പ്രോഗ്രാം ലോഞ്ചിങ് മീൻസ് കണ്ടെയ്നർ ലോഞ്ചിങ് ചെയ്യുന്ന പ്രോഗ്രാം ഇവിടെ വെച്ചാണ് നടക്കുന്നത്. രണ്ട് പ്രോഗ്രാമാണ്. 2 പ്രോഗ്രാമല്ല, ഒരു പ്രോഗ്രാം തന്നെയാണ്. പക്ഷേ കണ്ടെയ്നർ ഇവിടെ നിന്നാണ് അകത്തേക്ക് കയറുന്നത്. അതിൻ്റെ ഇനാഗുറേഷൻ ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ അതായത് അവിടെ നമുക്ക് ഓഡിറ്റോറിയത്തിൽ നല്ല AC തണുപ്പൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം നമ്മുടെ പ്രേക്ഷകർ അതല്ല ആഗ്രഹിക്കുന്നത്. അവർക്ക് പോർട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയണം. അതിനു വേണ്ടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് വീഡിയോ എടുത്താൽ മാത്രമേ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിയാനായി സാധിക്കുള്ളൂ. പിന്നെ എനിക്കും ആകാംക്ഷയുണ്ട്. ഒരിടത്ത് എനിക്ക് ഇരിക്കണമെന്ന് ആഗ്രഹമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ നമ്മുടെ പോർട്ടിൻ്റെ അപ്ഡേഷൻ ഉൾപ്പെടെ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. എല്ലായിടത്തും പോയി ഡീറ്റെയിൽ വീഡിയോ എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടെയ്നർ എക്സിറ്റ് കാർഗോയിലൂടെ ഫസ്റ്റ് വിഴിഞ്ഞം പോർട്ടിൽ നിന്നും കടന്നു പോകുന്ന കണ്ടെയ്നറാണ്. നമ്മളിത് എഴുതിയിട്ടുണ്ട്, വിഴിഞ്ഞം ടു വെനസുല, സ്പെയിനിലാണ് വെലൻസിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാ നമുക്ക് ഫസ്റ്റ് കണ്ടെയ്നർ. ഇത് തീർച്ചയായിട്ടും ഇതൊരു ചരിത്രത്തിൽ എഴുതാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു ലിപികളാൽ എഴുതാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ്. പ്ലേസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് വിഴിഞ്ഞം പോർട്ടിൽ നിന്നും ഫസ്റ്റ് കണ്ടെയ്നർ മൂവ്മെൻറ്റ്, ഫസ്റ്റ് പോയ കണ്ടെയ്നർ എവിടെയായിരുന്നു ഗേറ്റ് വേ ഓപ്പൺ ആക്കിയപ്പോൾ എന്നൊരു ചോദ്യം തന്നെ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത് ഇത് 20 ഫീറ്റ് കണ്ടെയ്നറാണ്. ഇതൊരു 40 ഫീറ്റ് കണ്ടെയ്നറാണ് ബാക്കിലായിട്ടുള്ളത്. 2 കണ്ടെയ്നറാണ് നിലവിലുള്ളത്. ഈ 2 കണ്ടെയ്നറും ട്രക്കുമായിട്ട് ഇവിടെ വെയിറ്റിംഗ് ചെയ്യുവാണ്. നമുക്കതിൻ്റെ അടുത്തേക്ക് പോകാം. വളരെയധികം മനസ്സിന് സന്തോഷം നിറഞ്ഞതാണ്. കാരണം നമ്മുടെ ഈ ട്രക്കിലൂടെ അല്ലെങ്കിൽ ഗേറ്റ് വേ ഓപ്പൺ ആക്കുന്നതിലൂടെ നമ്മുടെ കേരളത്തിൻ്റെ ഫിനാൻഷ്യൽ ഗേറ്റ് വേ ആണ് ഓപ്പൺ ആവുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഒരു പടി കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇനി ഈ ഭാഗമല്ല, നമ്മൾ നിൽക്കുന്ന ഈ പോർഷനെല്ലാം ഇനി തിരക്കായിരിക്കും. കാരണം ഇതുവഴിയായിരിക്കും നിലവിൽ കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടക്കാൻ പോകുന്ന പ്ലേസ്. ഇതൊരു 40 ഫീറ്റ് കണ്ടെയ്നറാണ്. നേരത്തെ നമ്മൾ കണ്ട 20 ഫീറ്റ് കണ്ടെയ്നറാണ്.
ഫുൾ ലോഡായിട്ട് കണ്ടെയ്നർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ 2 കണ്ടെയ്നറിലാണ് നിലവിലിവിടെ ഉള്ളത്. ഇതാ നമുക്ക് കാണാൻ സാധിക്കും, വിഴിഞ്ഞം ടു ദി വേൾഡ്. വിഴിഞ്ഞത്തിലൂടെ ലോകം ഇന്ത്യ കാണുന്നു, അല്ലെങ്കിൽ കേരളം കാണുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കടലിലൂടെ കരപിടിച്ച് കേരളം മുന്നോട്ട് എന്നുള്ള വാക്ക് തീർച്ചയായിട്ടും ഇവിടെ പറയേണ്ടത് തന്നെയാണ്. നമുക്ക് കടലിലൂടെ കരപിടിച്ച് കേരളം മുന്നോട്ട് പോകാനായി സാധിക്കും, വിഴിഞ്ഞത്തിലൂടെ കരപിടിച്ച് മുന്നോട്ടായി സാധിക്കും. അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിൻ്റെ ഫലമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ധാരാളം പേര് നമ്മുടെ പോർട്ട് വരണമെന്ന് ആഗ്രഹിച്ച് പ്രയത്നിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നും. ഗേറ്റ് വേ തുറന്നതിലൂടെ നമുക്ക് വലിയ നേട്ടമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് ട്രാൻസ്ഷിപ്മെൻറ്റ് നമ്മൾ പൂർത്തിയാക്കി 100% നമ്മൾ കംപ്ലീറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതും നമുക്ക് വലിയൊരു നേട്ടമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും സംശയമില്ല. പലരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. കാരണം ആ കണ്ടെയ്നർ, ഫസ്റ്റ് പോയ കണ്ടെയ്നർ ഡീറ്റെയിലിന് വേണ്ടിയാണ് പലരും ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ഒഫീഷ്യലായിട്ട് തന്നെ ഇത് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്ററാണ് ഇത് ഈ പറയുന്ന ഈ കണ്ടെയ്നർ ലോഞ്ച് ചെയ്യുന്നത്. മീൻസ് നിലവിൽ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. അതിനുവേണ്ടിയാണ് ഈ കണ്ടെയ്നർ ലോറി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ധാരാളം വിശിഷ്ടാദികൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ കുറച്ചുകൂടി അടുത്ത് നിന്ന് തന്നെ ഷൂട്ട് ചെയ്യുകയാണ്. കാരണം ഇതെപ്പോഴും നമ്മുടെ ഈ വീഡിയോ കാണും. നിലവിൽ ഇങ്ങനൊരു ഫസ്റ്റ് പോകുന്ന കണ്ടെയ്നർ ലോറി പലരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിരുന്നു. ഒരു നാടിൻ്റെ സ്വപ്നം തന്നെയായിരുന്നു വിഴിഞ്ഞം പോർട്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സ്വപ്നമായിരുന്നു ഇതുപോലുള്ള പോർട്ടുകൾ. ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ പോർട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ലോകവുമായിട്ട് കണക്ട് ചെയ്യുന്ന വ്യാപാരങ്ങൾ നടത്തുന്നത് പണ്ടും അന്നും ഇന്നും പോർട്ടിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. അങ്ങനൊരു പോർട്ടാണ് നമ്മുടെ പോർട്ടിൽ നമ്മുടെ വിഴിഞ്ഞം സ്ഥലത്ത് വന്നിട്ടുള്ളത്. അതിനാൽ ലോകവുമായിട്ട് നമുക്ക് ഇനി കൈകോർത്ത് പ്രവർത്തിച്ച് മുന്നോട്ട് നമ്മുടെ ഫിനാൻഷ്യലിന് സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനായി തീർച്ചയായിട്ടും നമ്മുടെ പോർട്ടിലൂടെ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതാണ് നമ്മുടെ കണ്ടെയ്നർ മൂവ്മെൻറ്റ്. അതേ കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടക്കുന്ന സ്ഥലത്ത് സ്കാനിങ്ങും ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതിലൂടെയായിരിക്കും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അവിടെ ഒരു നല്ലൊരു ഫ്ലെക്സ് ബോർഡൊക്കെ നമുക്ക് കാണാൻ, നമ്മൾ നേരത്തെ വന്നപ്പോഴും അത് കണ്ടിരുന്നു. ഫ്ലെക്സ് ബോർഡൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഈ കസ്റ്റംസിൻ്റെ എല്ലാം ക്ലിയറൻസ് കഴിഞ്ഞു. നിലവിൽ നേരത്തെ തന്നെ നമ്മുടെ ഈ കണ്ടെയ്നർ നിൽക്കുന്നിടത്ത് കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫ്ലാഗ് ഓഫ് ചെയ്താൽ തീർച്ചയായിട്ടും കണ്ടെയ്നർ ഉള്ളിലേക്ക് കടന്നു പോകും. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇവിടെയാണ് ഈ സ്കാനിങ് മെഷീൻസും ഇതിലൊക്കെ ഉള്ളത്. കേട്ടോ, ഇവിടെയാണ് നമ്മുടെ ഓപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്കാനിങ് ഒക്കെ ഉള്ളത്. ഇതൊരു സെക്യൂരിറ്റി ഓഫീസറാണ് പലപ്പോഴായിട്ട്. കാരണം ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ എടുക്കുന്ന കാരണം എന്നെ എല്ലാവർക്കും വളരെ പരിചിതമാണ്. പലപ്പോഴും ഞാൻ പോർട്ടിൻ്റെ ഉള്ളിലൊന്നും വരാറില്ല. കാരണം വളരെ ദൂരെ നിന്ന് വീഡിയോ എടുത്താലേ ഇതൊക്കെ നമുക്ക് കാണാനായി സാധിക്കുകയുള്ളൂ. അത് കാരണം ഞാൻ ഏതെങ്കിലും കടലിൻ്റെ ഏതെങ്കിലും കപ്പൽ വരുന്ന സമയത്ത് ഏതെങ്കിലും നമ്മുടെ ആഴിമല ക്ഷേത്രത്തിൻ്റെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പോർട്ടിൻ്റെ അപ്ഡേഷൻ എടുക്കുന്നത് 4 or 5 സ്ഥലത്ത് നിന്ന്. നിങ്ങൾക്ക് പഴയ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഒരു 5 സ്ഥലത്തു നിന്നായിരിക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് പല സ്ഥലത്തു നിന്നായിരിക്കും, പല പൊസിഷനായിരിക്കും. നിലവിൽ ചെളിയിലും മഴയത്തൊക്കെ ആയിരിക്കും. കാരണം അന്നൊക്കെ വളരെയധികം ഞാൻ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതും അന്ന് ഷൂട്ട് ചെയ്തതും എനിക്ക് വളരെയധികം ക്രൈസാണ് നമ്മുടെ പോർട്ട്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് വളരെ സത്യസന്ധമായി എത്തിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഔട്ട്പുട്ട് തന്നെയാണ് നിങ്ങളുടെ സപ്പോർട്ട്. ഇവിടെ ഫോട്ടോസോ വീഡിയോസോ അലൗഡ് അല്ലാതെ, മീൻസ് അലൗഡ് അല്ല, പെർമിഷൻ ഇല്ലാതെ അലൗഡ് അല്ല എന്നാണ് ബോർഡുള്ളത്. കാരണം യഥാർത്ഥ സത്യമാണ്, ഇവിടെ ഒന്നും ഫോട്ടോ വീഡിയോ ഒന്നും അലൗഡ് അല്ല. പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വീഡിയോ ഷൂട്ട് ചെയ്യാനും സാധിക്കും. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഉണ്ടോ എന്ന്. തീർച്ചയായിട്ടും പെർമിഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം എൻ്റെ ഒരു മീൻസ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് തന്നെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചാനലാണ്. നമ്മുടെ ട്രിവാൻഡ്രം തമ്പാൻ എന്ന ചാനൽ പോർട്ടിൻ്റെ അപ്ഡേഷൻ മാത്രമാണ് ഞാൻ ചെയ്യൽ. അതും വളരെ സത്യസന്ധമായിട്ട് ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നു എന്ന് എല്ലാവർക്കും ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ്. നമ്മുടെ പോർട്ടിലെ ഓരോ ഡെവലപ്മെൻറ്റും വളരെയധികം അതിശയത്തോടെ നോക്കിക്കാണുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ പോർട്ടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഓരോ ഘട്ടം വർക്ക് അപ്ഡേഷൻ ഉൾപ്പെടെ, കപ്പൽ വരുന്ന ഉൾപ്പെടെ, സാറ്റലൈറ്റ് വ്യൂ ഉൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വരുന്ന കപ്പലുകൾ ആ സമയത്ത് തന്നെ ട്രാക്ക് ചെയ്ത് നമ്മുടെ പോർട്ടിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഉൾപ്പെടെ കാണിച്ച്, അതിൻ്റെ വർക്കിംഗ് ഡേറ്റ മൊത്തവും കാണിച്ച്, ഇത് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് ഫുള്ള് അപ്ഡേഷനാണ് നമ്മുടെ ഈ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. നമ്മൾ ഈ കാണുന്നത് കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടക്കുന്ന സ്കാനിങ് പ്രോഗ്രാം പോലത്തുള്ള സ്കാനിങ് നടത്തുന്നതിനുള്ള സെറ്റപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ ഭാഗത്ത് നോക്കാം. കണ്ടോ, ഇതങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നുള്ളവർ കമൻറ്റിലൂടെ പറയുക. കണ്ടോ, ഇത് കണ്ടെയ്നർ സ്കാൻ ചെയ്ത് എക്സിറ്റ് കാർഗയും പോർട്ടിനകത്തുകയും പോർട്ടിന് പുറത്തുനിന്ന് പോകുന്ന കണ്ടെയ്നർ സ്കാനിങ്ങിനുള്ള മെഷീൻ ആയിരിക്കാം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പോർട്ടിൽ വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും.
അവർക്ക് അതായത് വേറെയും പോർട്ടിൽ വർക്ക് ചെയ്യുന്നവർ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്, കപ്പലിൽ വീഡിയോ ചെയ്യുന്നവരും കാണുന്നുണ്ട്, മീൻസ് വർക്ക് ചെയ്യുന്നവരും കാണുന്നുണ്ട്. അവർ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക. ഇതാണ് നമ്മുടെ പോർട്ടിൻ്റെ ഇവിടെ നിലവിൽ ഇതിനകത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ വളരെ ദൂരെ കാണുന്ന STS ക്രെയിനുകളും യാർഡ് ക്രെയിനുകളും അന്ന് ഷെൻഹുവ സീരീസിലെ കപ്പലുകളിലാണ് ഈ പറയുന്ന ക്രെയിനുകളെല്ലാം എത്തിക്കൊണ്ടിരുന്നത്. എത്തിയ സമയത്ത് ഞാൻ പറയുണ്ടായിരുന്ന അപ്പോൾ പലരും ചോദിച്ചു, ആ സമയത്ത് തന്നെ കളിയാക്കി ചോദിച്ചവരുണ്ട്, അല്ലാത്തവരും ചോദിച്ചുകൊണ്ട് ഒരു കപ്പലെങ്കിലും എത്തുപോകുന്നു. ആ ഒരു കപ്പലെത്തുന്നു ചോദിച്ചവരുടെയൊക്കെ കറക്റ്റ് മറുപടിയായി തന്നെ വളരെ കുറച്ച് മാസങ്ങൾ 1 മില്യൺ ട്രാൻസ്ഷിപ്മെൻറ്റ് പൂർത്തിയാക്കി ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC അയർന സീരീസിലെ എല്ലാ കപ്പലുകളും നമ്മുടെ പോർട്ടിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഫ്ലാഗ് ഓഫിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു പ്രോഗ്രാമാണ്. വളരെയധികം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അതായത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രോഗ്രാം ഇപ്പോൾ നടക്കുകയാണ്. വളരെയധികം എല്ലാവർക്കും സന്തോഷമുണ്ട്. നിലവിൽ ഈ പറയുന്ന കസ്റ്റംസ് ഓഫീസർ ഉൾപ്പെടെ പോർട്ടിലെ എല്ലാ ഒഫീഷ്യൽസും അൺഒഫീഷ്യൽസും എല്ലാവരും നിലവിലിവിടെയുണ്ട്. എല്ലാവർക്കും വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണിത്. അതായത് നമ്മുടെ ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ആക്കുന്നു, കേരളത്തിൻ്റെ ഫിനാൻഷ്യൽ ഗേറ്റ് വേ ഓപ്പൺ ആക്കുന്നു എന്ന് തന്നെ പറയാം. കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെയും എന്ന് തന്നെ പറയാം. ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കിയതോടെ തന്നെ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഗേറ്റ് വേക്ക് ആക്കം കൂട്ടുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഈ പറയുന്ന ട്രാൻസ്ഷിപ്മെൻറ്റിലൂടെ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലെ കണ്ടെയ്നർ നമ്മുടെ സ്റ്റേറ്റിൽ വന്നിട്ടായിരിക്കും വിഴിഞ്ഞം പോർട്ടിലേക്ക് എക്സ് ആവുക. കാരണം കേരള എന്ന് പറയുന്ന വളരെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമുക്ക് എല്ലാവർക്കും വിശേഷപ്പെട്ട, അത് നമുക്ക് ഈ പച്ചപ്പുകൾ കാണുമ്പോഴും മനോഹരം കാണുമ്പോൾ നമുക്കറിയാം, വളരെ പച്ചപ്പിൻ്റെ ഇടയ്ക്ക്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, വളരെ പച്ചപ്പായിരുന്ന മനോഹരമായ പച്ചപ്പിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ലെവൽ ഒരു പോർട്ടുള്ളത്. അല്ലെങ്കിൽ ഗ്ലോബൽ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ പ്ലേസ് തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ രാജ്യത്തിലെ എല്ലാ കണ്ടെയ്നറും മൂവ്മെൻറ്റ് ചെയ്ത് നമ്മുടെ പോർട്ടിൽ വന്നതിന് ശേഷമായിരിക്കും ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും പോകുന്നത്. അങ്ങനെ എടുത്തു പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ പോർട്ടിലാണ് ദിനം പ്രതി ലാർജ് ബസ്സിലും അൾട്രാ ലാർജ് ബസ്സുകളും സ്ഥിരമായിട്ട് വന്നു പോകുന്നത്. മാത്രമല്ല ട്രാൻസ്ഷിപ്മെൻറ്റ് നമ്മുടെ പോർട്ടിൽ നിന്നും രാജ്യത്തിന് പുറത്തും അകത്തും എല്ലാം നടത്തുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ട്രാൻസ്ഷിപ്മെൻറ്റ് നമ്മുടെ പോർട്ടിലേക്ക് നടത്തുന്നുണ്ട്. അത് ജബലലി പോർട്ടിൽ നിന്നുള്ള ഈ പറയുന്ന ഈ പിന്നെ ഫീഡർ ബസ്സുകൾ ധാരാളമായി നമ്മളെ പോർട്ടിൽ വരുന്നുണ്ട്. ഈ പറയുന്ന ജബലലി മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തേക്കുള്ള, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന MSC ജെയ്ഡ് സർവീസ് മീൻസ് അൾട്രാ ലാർജ് ബസ്സുകൾ ഉൾക്കൊള്ളിച്ച് ലോകത്തിൻ്റെ ഈസ്റ്റ് വെസ്റ്റേയും കണക്ട് ചെയ്യുന്ന വലിയൊരു ഈ പറയുന്ന ട്രാൻസ്ഷിപ്മെൻ്റ് ആണ്. അത് നമ്മുടെ പോർട്ടിനെ കൂടെ ഉൾക്കൊള്ളിച്ചാണ് നടത്തുന്നത്. ആ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ VD സതീശൻ സാറ് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണ് ഒഫീഷ്യലായിട്ട് ഇനാഗുറേഷൻ ചെയ്യുന്നത്, അതായത് നമ്മുടെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് സ്റ്റേറ്റിലെ ചീഫാണ്. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വളരെയധികം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോർട്ടിലെ ഒഫീഷ്യൽസ് എല്ലാവരുമുണ്ട്. ഇതാ നമ്മുടെ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ മിസ്റ്റർ VD സതീശൻ സാറ് ഇപ്പോൾ തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. അദ്ദേഹം നമുക്ക് നേരിട്ട് തന്നെ അടുത്ത് തന്നെ കാണാനായി സാധിക്കും. നമുക്ക് നോക്കാം. നിലവിൽ ഈ പറയുന്ന ഫസ്റ്റ് കണ്ടെയ്നർ മൂവ്മെൻറ്റ് ചെയ്യുന്നത് നമുക്ക് നേരത്തെ നമ്മൾ പറയേണ്ടായിരുന്നു. വെനസ്വലയ്ക്കാണ് പോകുന്നത്. സ്പെയിനിലെ പോർട്ടാണ് വെനസ്വലയ്ക്ക് നമുക്ക് നേരിട്ട് തന്നെ കപ്പൽ വിടുന്നുണ്ട്. അങ്ങനെ പല രാജ്യത്തേക്കും, അതായത് യൂറോപ്യൻ കൺട്രീസിലേക്കും നമ്മുടെ മിഡിൽ ഈസ്റ്റിലേക്കും എല്ലാ രാജ്യത്തിലേക്കും ആണ് നമുക്ക് കപ്പലുള്ളത്. അത് കാരണം നമുക്ക് ഈ പറയുന്ന പല രാജ്യത്തും, മീൻസ് ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയുടെ പല പോർട്ടിൽ നിന്നും കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടത്തുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സിംഗപ്പൂർ പോയിട്ടോ അവിടെ നിന്ന് ട്രാൻസ്ഷിപ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ദുബായ് പോയി ട്രാൻസ്ഷിപ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കൊളംബോ പോയി ട്രാൻസ്ഷിപ്മെൻ്റ് ആയിരിക്കും. ഇതൊന്നുമില്ലാതെ തന്നെ നേരിട്ടാണ് നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും പോകുന്നത്. ഇപ്പോൾ നമുക്ക് ചീഫിനെ കാണാൻ സാധിക്കും, ഓഫീഷ്യൽസിനെ കാണാൻ സാധിക്കും. എല്ലാവരുമുണ്ട്. നമ്മുടെ MLA ഉണ്ട്, അതുമാത്രമല്ല കുഞ്ഞാലിക്കുട്ടി സാറുണ്ട്. എല്ലാവരും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. പോർട്ടിൽ ജീവോ ഇപ്പോൾ പോർട്ടിലെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നേരത്തെയും അദ്ദേഹം തന്നെയാണ് ബെർത്തിൻ്റെ സൈഡിൽ വന്നിട്ട് ഈ നമ്മുടെ ബെർത്തിൽ നടക്കുന്ന വർക്കിംഗ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്റ്റേറ്റിലെ ചീഫിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് നമ്മുടെ ഈ നിലവിലെ കണ്ടെയ്നർ മൂവ്മെൻറ്റിന് കണ്ടെയ്നർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു 20 ഫീറ്റും ഒരു 40 ഫീറ്റും അങ്ങനെ 2 കണ്ടെയ്നറിലാണുള്ളത്. ഇത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പെയിനിലെ വെനസ്വലയ്ക്കാണ് പോകുന്നത്. ഇതാ 40 ഫീറ്റ് കണ്ടെയ്നർ വരുന്നുണ്ട്. ഇത് 2 കണ്ടെയ്നർ ലോറികളും ഇപ്പോൾ നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നു.
വളരെ വേഗം തന്നെ ഈ കണ്ടെയ്നർ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതായിരിക്കും. അത് വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്, പലരും ആഗ്രഹിച്ചൊരു കാഴ്ച തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇതാ വന്നിരിക്കുന്നു 2 കണ്ടെയ്നറും 40 ഫീറ്റും 20 ഫീറ്റും വന്നിരിക്കുന്നു. ഇനി ഈ പ്ലേസിലൊക്കെ വളരെ വലിയ തിരക്കായിരിക്കും കണ്ടെയ്നർ മൂവ്മെൻറ്റ് കൊണ്ട്. കാരണം വിഴിഞ്ഞം പോർട്ടിലൂടെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് പോകുമ്പോൾ മറ്റുള്ള പോർട്ടിനെ അപേക്ഷിച്ച് 10, 12, 15, 25 മാസങ്ങളോളമാണ് ലാഭമായി ലഭിക്കുക. അതിലൂടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനികൾക്കും റിസീവർക്കും വലിയ ബെനിഫിറ്റാണ്, നേട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ വിഴിഞ്ഞം പോർട്ടിലൂടെ ആയിരിക്കും ധാരാളം കണ്ടെയ്നർ കടന്നു പോകുന്നത്. ഇതാ ഫ്ലാഗ് ഓഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതാ ഇനാഗുറേഷൻ ഫ്ലാഗ് ഓഫ് സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ കേരളത്തിലെ ചീഫ് നമ്മുടെ എക്സിക് കാർഗോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതാ നമ്മുടെ ഫ്ലാഗ് ഓഫ് തുടങ്ങിയിരിക്കുന്നു. അതോ ഫ്ലാഗ് ഓഫ് നടത്തിയിരിക്കുന്നു. അതാ കണ്ടെയ്നർ മൂവ്മെന്റ് നടക്കുന്നു. കേരളത്തിന്റെ ചീഫായ മിസ്റ്റർ VD സതീശ് സാറാണ് ഇപ്പോൾ നമ്മുടെ ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. കാർഗോ എക്സിക് കാർഗോ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് കണ്ടെയ്നർ മൂവ്മെന്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചരിത്രത്തിൽ ഇടം തേടിയ നിമിഷമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാ 20 ഫീറ്റിന്റെ കണ്ടെയ്നറാണ് ആദ്യമായി പോകുന്നത്. സ്പെയിനിലെ വെനസ്വലയിലേക്കാണ് ഈ കണ്ടെയ്നർ ഫുഡ് പ്രോഡക്റ്റ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കണ്ടെയ്നർ പോയിട്ടുണ്ട്. ഇത് ക്ലേ പോലത്തുള്ള പ്രോഡക്റ്റ് ആണ്. അത് 40 ഫീറ്റ് കണ്ടെയ്നറാണ്. അങ്ങനെ 2 കണ്ടെയ്നർ ട്രക്കും നമ്മുടെ പോർട്ടിലേക്ക് പ്രവേശിക്കുന്നു. വളരെയധികം സന്തോഷം നിറഞ്ഞ മനസ്സിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. നമ്മുടെ പോർട്ടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവും. 2 കണ്ടെയ്നറും പോർട്ടിനുള്ളിലേക്ക് പ്രവേശിക്കും. നേരത്തെ തന്നെ നമ്മുടെ കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെ എല്ലാ ജോലികളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയത് കൊണ്ട് നേരെ ഇത് യാർഡിലേക്കായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ അതെടുത്ത് പറയാൻ കാരണം, അല്ലെങ്കിൽ പലരും ചോദിക്കും കസ്റ്റംസ് കഴിഞ്ഞോ, സ്കാനിങ് നടത്തുന്നില്ലേ എന്നൊക്കെ പലരും കമൻറ്റ് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ തന്നെ നേരിട്ടായിട്ട് പറഞ്ഞത്. ഇതെല്ലാ ക്ലിയറൻസും കഴിഞ്ഞു. ഒഫീഷ്യൽ ഇനാഗുറേഷന് വേണ്ടി മാത്രമാണ് ഇവിടെ ഈ കണ്ടെയ്നർ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ അതെല്ലാം കഴിഞ്ഞ് വളരെ ഫാസ്റ്റായിട്ട് ഇപ്പോൾ നമ്മുടെ യാർഡിലേക്ക് പോകുന്നു. നമ്മുടെ ഫസ്റ്റ് കണ്ടെയ്നർ 20 ഫീറ്റുള്ള കണ്ടെയ്നർ വിഴിഞ്ഞം ടു വെനസ്വല, സ്പെയിനിലെ വെനസ്വലയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും PSC, SSC അതുപോലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും വരേണ്ട ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും വരും. അതുമാത്രമല്ല, നമ്മുടെ വിഴിഞ്ഞത്തിലൂടെ ലോകത്തിൻ്റെ വാതിലാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. എക്സ്പോർട്ടും ഉൾപ്പെടെയുള്ള എല്ലാ ബിസിനസ്സുകാർക്കും ഒരു ഗോൾഡൻ ചാൻസ് തന്നെയാണ് കേരളത്തിലുള്ള എല്ലാവർക്കും, കേരളത്തിലല്ല ഇന്ത്യയിലുള്ള എല്ലാവർക്കുമുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ്. വിഴിഞ്ഞത്തിലൂടെ ലോകത്തെ വളരെ എളുപ്പം എത്തിപ്പിടിക്കാനായി സാധിക്കും എന്നുള്ള കാര്യത്തിൽ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പോർട്ടിൽ ഒരു ലാർജ് വെസലും, ലാർജാണോ അൾട്രാ ലാർജ് എന്നറിയില്ല, അൾട്രാ ലാർജ് തന്നെ ആയിരിക്കും, ഒരു ഫീഡർ വെസൽ നിലവിലുണ്ട്. നമ്മൾ തൊട്ട് മുന്നേ ബെർത്തിൽ പോയപ്പോൾ നമ്മൾ ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരു ഫീഡർ വെസലാണെങ്കിൽ ഇപ്പോൾ ബെർത്തിൻ്റെ എൻഡ് പോർഷനിൽ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന 800 മീറ്ററിൻ്റെ എൻഡ് പോർഷനുള്ളത് ഒരു അൾട്രാ ലാർജ് വെസലാണ്. ഇപ്പോൾ അൾട്രാ ലാർജ് വെസൽ വന്നാലും ആർക്കും വലിയ കാര്യമില്ല. കാരണം എല്ലാ ആഴ്ചയും അൾട്രാ ലാർജ് വെസൽ വന്നു പോവുകയാണ്. ചില പോർട്ടുകളൊക്കെ അൾട്രാ ലാർജ് വെസൽ വന്നിട്ടേ ഇല്ലാത്ത അവസ്ഥയിൽ എല്ലാ ആഴ്ചയും ഓരോ അൾട്രാ ലാർജ് വെസലുകളാണ്. ഇനി നമുക്ക് പ്രോഗ്രാം നടക്കുന്ന പോർഷനിലേക്ക് പോകാം. ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. ഞാൻ നേരത്തെ ഫസ്റ്റ് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. ആ സമയത്ത് തിരക്കൊന്നുമില്ല, മിനിസ്റ്റേഴ്സ് ഒന്നും വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒഫീഷ്യലായിട്ട് ഇനാഗുറേഷൻ കഴിഞ്ഞതിന് ശേഷം, മീൻസ് എക്സിറ്റ് കാർഗോ അല്ലെങ്കിൽ നമ്മുടെ ഗേറ്റ് വേ ഓപ്പൺ ആക്കി ഫ്ലാഗ് ഓഫ് കഴിഞ്ഞതിന് ശേഷം ചീഫ് ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരും അല്ലെങ്കിൽ പോർട്ടിൻ്റെ ഒഫീഷ്യൽസ് എല്ലാവരും നമ്മുടെ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടോ, നല്ലൊരു തിരക്കുണ്ട്, എല്ലാവരുമുണ്ട്. പ്രോഗ്രാം വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവരും കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. വ്യവസായ മന്ത്രി, നമ്മുടെ കേരളത്തിലെ ചീഫ്, സമുദായ പ്രമുഖർ, അതുമാത്രമല്ല പോർട്ടിൻ്റെ ഒഫീഷ്യൽസ് എല്ലാവരും നമ്മുടെ മെയിൻ സ്റ്റേജിൽ തന്നെ ഉള്ളതായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടി തന്നെയാണ് വിഴിഞ്ഞം പോർട്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരു സ്പ്ലിറ്റ്നെസ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. പലരും പറയുന്നു പല സ്പ്ലിറ്റ് ആക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷെ ഒന്നുമില്ല. നമ്മുടെ പോർട്ട് നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകും. ഇത് നമ്മുടെ പോർട്ടാണ്. നമുക്ക് ഉറപ്പിച്ച് നമ്മുടെ പോർട്ട് എന്ന് എടുത്തു പറയാൻ കാരണം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു PPP മോഡൽ, പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പിൽ വരുന്ന വലിയൊരു പ്രോജക്റ്റാണ്. അത് നമ്മുടെ ക്യാഷിന് നമ്മൾ പണിയുന്ന പോർട്ട്. അതുകൊണ്ടാണ് നമുക്ക് വളരെയധികം ആത്മവിശ്വാസവും നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോയിലൂടെ ജനങ്ങൾ ഈ പോർട്ടിനെ കുറിച്ച് കാണണമെന്ന് ആഗ്രഹമുള്ളത്. നമ്മുടെ സ്വന്തം പോർട്ടായതുകൊണ്ടാണ്. നമ്മൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ പണിയുന്ന, നമ്മുടെ ക്യാഷിന് പണിയുന്ന
ഡയറക്റ്റ് നമ്മുടെ ക്യാഷിന് പണിയുന്ന നമ്മുടെ പോർട്ട്. ആ ഒരു സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് തന്നെയാണ് പലപ്പോഴായിട്ടും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് എല്ലാവരിലും എത്തിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ ക്യാഷിന് പണിയുന്ന നമ്മുടെ പോർട്ടിലെ ഡെവലപ്മെൻറ്റ് നമ്മൾ തന്നെയാണ് കണ്ട് മനസ്സിലാക്കേണ്ടത്. അത് ഓരോ ഘട്ടവും കണ്ട് മനസ്സിലാക്കുന്നു. അത് വിഴിഞ്ഞം പോർട്ടിൻ്റെ സൈഡിൽ നിന്നായാലും ആ ഒരു പെർമിഷൻ ഉണ്ട്. പോർട്ടിൻ്റെ പെർമിഷൻ ഇല്ലാതെ ആർക്കും പോർട്ടിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാനായി സാധിക്കില്ല. പലപ്പോഴും കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ടോ എന്ന്. തീർച്ചയായിട്ടും പെർമിഷൻ ഉണ്ട്. പെർമിഷൻ ഉണ്ടായിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം ഇവിടെ നടക്കുന്ന വർക്കുകളെല്ലാം വളരെ സത്യസന്ധമായ വർക്കുകൾ നടക്കുമ്പോൾ ആ വാർത്തകളെല്ലാം ആരൊക്കെയോ വളച്ചൊടിക്കുന്നു. കേൾക്കുമ്പോഴും കാണുമ്പോഴും എന്നെപ്പോലെ പോർട്ടിനെ സ്നേഹിക്കുന്ന പലർക്കും വിഷമമുണ്ടാവും. ഇനിയും തുടർന്നുള്ള സമയങ്ങളിൽ നമ്മുടെ പോർട്ടിൻ്റെ എല്ലാ ഡെവലപ്മെൻറ്റും തീർച്ചയായിട്ടും ഞാൻ വീഡിയോ രൂപത്തിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ പോർട്ടിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റും നമ്മൾ തന്നെയാണ് ഷെയർ ചെയ്തെത്തിക്കേണ്ടത്. താങ്ക് യു.